SSLC students, this max exam is a model 2023 chapter this question is rectangle perimeter area side very simple term 2 same type model extra questions type sure full energy friends share free market market live full set question perimeter of a rectangle 80 cm rectangle rectangle formula perimeter formula 2 into neelam plus vd 2 into length plus breadth idana neelam idana vd okay ini parayna endana idu 80 aannu parayunu 80 aanu endu 2 into l plus b njan cheynathu pole thane cheydal ningalku valare simple aayittu 4 mark kittum okay ini ഇതിന്റെ ഏരിയ പരപ്പളവ് പറയുന്നത് 384 ഓക്കേ അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ഏരിയ = നമുക്കറിയാം ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് അത് എത്രയാ ഇവർ പറയുന്നത് 384 ആണ് നീളം ഇൻടു വീതി ഓക്കേ പരപ്പളവ് പറഞ്ഞു ഓക്കേ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇതിന്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ ആ എപ്പോഴും ടൈപ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇനി ഏറ്റവും സിമ്പിൾ പരിപാടി ഞാൻ പറയട്ടെ നമ്മൾ ഇതൊക്കെ എഴുതി ഈ 2 നെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഹരിക്കാൻ ഇടുന്നു സൈഡ് മാറ്റി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഡിവിഷൻ അപ്പോൾ എന്താണ് 80/2 ഓക്കേ 80/2 എന്ന് പറയുമ്പോൾ 40 കിട്ടും 40 = l + b നമ്മൾ പഠിക്കുന്നത് രണ്ടാം കൃതി സമവാക്യമാണ് x വെച്ചിട്ട് എല്ലാം പേരാക്കണം സി ഈ ചാപ്റ്റർ നമ്മൾ x ആക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത് ഓക്കേ അപ്പോൾ ലെങ്ത്നെ ഞാൻ x എന്ന് വിളിച്ചാൽ ലെങ്ത് നീളത്തിനെ ഞാൻ x വിളിച്ചാൽ നോക്കിയേ എല്ലാം നമ്മൾ x ഭാഷയിലേക്ക് ആക്കുന്നു അങ്ങനെയാണ് ബ്രെഡ്ത്ത് എന്താ അപ്പോൾ നിങ്ങൾ ഇവിടെ x ഇടാ 40 is equal to x plus b. x plus b. ഇനി നമുക്ക് b നെ x ന്റെ ഭാഷയിലാക്കണം ലെങ്ത്തിനെ നമ്മൾ x ആക്കി വീതിനെയും x ന്റെ ഭാഷയിലേക്ക് ആക്കണം അപ്പോൾ x നെ ഇങ്ങോട്ട് കളയാം 40 minus x is equal to b അപ്പോൾ കണ്ടോ നമുക്ക് നീളവും വീതിയും രണ്ടും x ന്റെ ഭാഷയാക്കി നീളം x ആണെങ്കിൽ വീതി എന്താണ് 40 minus x ഇത് ഏതിൽ നിന്നാണ് കിട്ടിയത് മക്കളെ ഫസ്റ്റ് ക്ലൂ ചുറ്റളവിൽ നിന്ന് കിട്ടി അപ്പോൾ നമുക്ക് അത് രണ്ടും കിട്ടി ഇനി ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ ഏതാണ് ഇക്വേഷൻ നമ്മുടെ ഏരിയ പരപ്പളവ് നോക്കിയേ 384 എന്ന് പറഞ്ഞത് ലെങ്ത്തും ബ്രെഡ്ത്തും പണ്ടത്തെ ഭാഷ ഇപ്പോഴെന്താണ് x ഉം 40 minus x ഉം അത് നമുക്ക് സോൾവ് ചെയ്യാം ഓക്കേ 384 എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് പരപ്പളവായിരുന്നു നമുക്ക് ഇപ്പോൾ അറിയാം എന്താണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ x ആക്കി b എന്താണ് 40 minus x കംപ്ലീറ്റ് ചെയ്താലോ വളരെ സിമ്പിൾ 384 is equal to x into ബ്രാക്കറ്റിൽ ഇടാ 40 minus x ബ്രാക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ തെറ്റും ഇനി രണ്ടാം കൃതി സമവാക്യമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 40x 40x minus x square ആണ് 384 ആയിക്കോട്ടെ ഇനി നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യും സി ഇവിടെ വരെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എത്തിക്കായിരിക്കും കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ -x² പറ്റൂല x² ന്റെ കൂടെ ആരും ഉണ്ടാവരുത് 1 ആണ് ഉണ്ടാവേണ്ടത് അപ്പോൾ നോക്കിക്കേ ഞാൻ എന്ത് ചെയ്യുന്നു ഇവരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു ഇവനെ റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു രണ്ടെല്ലാം സൈഡ് മാറ്റി എപ്പോഴും സൈഡ് മാറ്റുമ്പോൾ എന്താ പ്ലസ് മാറ്റി മൈനസ് ആവും അല്ലേ ഇവിടെ -x² മാറ്റുമ്പോൾ ഇങ്ങോട്ട് എന്താണ് +x² ആയി ഓക്കെ ഞാൻ പ്ലസ് എഴുതുന്നില്ല എഴുതേണ്ട ആവശ്യമില്ല +40x മാറിയിട്ട് -40x ആയിക്കോട്ടെ ഇനി ഇവനെ 384 എന്താണ് പ്ലസ് ആണ് അതങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി ഓക്കെ സൂക്ഷിച്ച് ചെയ്യണം എന്നിട്ട് ഞാൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യും വെരി ഗുഡ് അത് ഞാൻ എന്താണ് ഇവിടെ എടുക്കുന്നു നോക്കിയേ x² പ്ലസ് ആയി 40x മൈനസ് ആയി ഇനി നമുക്കറിയാം കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിന് ദാ എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതി എടുക്കണം എക്സിന്റെ കൂടെ ആരാ 40 അതിന്റെ പകുതി എത്രയാ മക്കളെ 20 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്താൽ 20 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം അതേപോലെ 20 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം സൂക്ഷിക്കണം ഇവിടെ മൈനസ് ആണ് ഇനി നമുക്ക് ആ സിമ്പിൾ ആയിട്ട് സോൾവ് നിങ്ങൾ വിചാരിക്കും സാർ മൈനസ് ആകുമ്പോൾ പണി കൂടുമോ ഒരു പണിയും കൂടില്ല ശ്രദ്ധിച്ചോ x ഇവിടെ എങ്ങനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യാ x -20 സ്ക്വയർ ഓക്കെ x -20 സ്ക്വയർ ലെഫ്റ്റിൽ ഇട്ട് x മൈനസ് ഉണ്ട് ഇവിടെ അത് ശ്രദ്ധിക്കണം കേട്ടോ x -20 സ്ക്വയർ is equal to 400 ആണ് 20 സ്ക്വയർ -384 400 ഇവിടെ പ്ലസ് 400 മൈനസ് 384 അപ്പോൾ ഇവിടെ എന്ത് കിട്ടി മക്കളെ x -20 the whole square is equal to ഇവിടെ നോക്കിയേ 40 - 384 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും 16
16 പകരം ഞാൻ എന്ത് എഴുതുന്നു? എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാം എന്താണ്? 4 സ്ക്വയർ. ഹാ, രണ്ട് സൈഡിലും സ്ക്വയർ കിട്ടി. ഇനി എന്താ? രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് വർഗത്തികവ്, ഓക്കെ, വർഗമൂലം, ഓക്കെ, എടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 4. ഇവിടെ നിങ്ങൾ പ്ലസും മൈനസ് ഇട്ടില്ലെങ്കിൽ ആൻസർ തെറ്റും, ഞാൻ ഗ്യാരണ്ടി. ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല. രണ്ട് ഉത്തരം കിട്ടും. ഞാൻ കാണിച്ചു തരാം. എക്സ് മൈനസ് 20 ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സ് എന്ത് കിട്ടും? മൈനസ് 20 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 20. അപ്പോൾ എക്സ് എന്താണ്? 24 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നീളമാണ്, അവന് 24 സെന്റിമീറ്റർ കിട്ടും. ഇനി മൈനസ് 4 എടുത്ത് എക്സ് മൈനസ് 20 ഇസ് ഈക്വൽ ടു മൈനസ് 4. എക്സ് അങ്ങോട്ട് പോകുമ്പോൾ 20 മൈനസ് 4 കിട്ടും, 16 സെന്റിമീറ്റർ കിട്ടും. അമ്പടാ, രണ്ടും പോസിറ്റീവ് ആൻസർ ആണ്. അപ്പോൾ ആരും ഉപേക്ഷിക്കാൻ പറ്റൂല. ഇപ്പൊ നോക്കിയേ, 24 കിട്ടി, 16 സെന്റിമീറ്ററും കിട്ടി. നോക്കിക്കേ, നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ രണ്ട് രീതികളിൽ ഈ ചതുരം ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം ഞാൻ ഒരു ചതുരം വരയ്ക്കുന്നു, മാറ്റി തുറന്ന് വരയ്ക്കുക. രണ്ടെണ്ണമാണ് ആൻസർ കിട്ടിയത്. അപ്പൊ നോക്കിക്കേ, എക്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 24 സെന്റിമീറ്റർ ആവാം, അല്ലെങ്കിൽ എന്താണ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് 16 സെന്റിമീറ്റർ ആവാം. ഓക്കെ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കി, രണ്ടും സെയിം ആയിക്കോളും. നമുക്കറിയാം ലെങ്ത് എന്ന് പറയുമ്പോൾ എക്സ് ആണ്. ഓക്കെ, ലെങ്ത് എന്ന് പറയുമ്പോൾ എക്സ് ആണെങ്കിൽ ലെങ്ത് 24 സെന്റിമീറ്റർ, ലെങ്ത് ഇവിടെ 24 ആണ്. ഓക്കെ, വീതി നമുക്കറിയാം എപ്പോഴും എന്താണ് 40 മൈനസ് എക്സ് ആണ് പഠിപ്പിച്ചത് അല്ലേ? അത് എവിടെ നിന്നാണ് കിട്ടിയത്? 40 മൈനസ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വീതി. അപ്പം നോക്കിയേ, 40 മൈനസ് 24 എത്രയാണ് മക്കളെ? 16 സെന്റിമീറ്റർ. ആയിക്കോട്ടെ, നല്ല കാര്യം. ബി എന്താണ്? 16. അതേപോലെ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചേ, ഇവിടെ ലെങ്ത് എന്ന് പറയുമ്പോൾ നോക്കിയേ, ലെങ്ത് നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ 16 സെന്റിമീറ്റർ എടുത്തും, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 40 മൈനസ് എക്സ്, 40 മൈനസ് 16 എന്ന് പറയുമ്പോൾ 24 സെന്റിമീറ്റർ കിട്ടും. ഈ ചതുരം തിരിച്ചു വെച്ചാൽ ഇയാളെ കിട്ടും. അപ്പൊ രണ്ട് ഉത്തരം കിട്ടുമ്പോൾ രണ്ട് ചതുരങ്ങൾ കിട്ടും. രണ്ടും സെയിം ആയിരിക്കും. പക്ഷേ ഫുൾ മാർക്ക് വേണമെങ്കിൽ രണ്ടും കണ്ടുപിടിക്കുക. ഈ സെയിം സാധനം ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഇത് കിട്ടിക്കോളും. അതാണ് മാത്തമാറ്റിക്സിന്റെ ബ്യൂട്ടി. ഓക്കെ, രണ്ട് ആൻസർ കിട്ടി, രണ്ടും ശരിയാണ്. ഓക്കെ, അതും കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയാണ് 4 മാർക്ക് കിട്ടുക. ഇത് എല്ലാവരും പഠിച്ചിരിക്കണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ഉറപ്പായിട്ടും വരും. അതേപോലെ മക്കൾ ഇതാ ഞാൻ വേറൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ തരാം. റെക്ടാംഗിൾ ഇസ് ടു ബി മെയ്ഡ് പെരിമീറ്റർ 60 മീറ്റർ. പെരിമീറ്റർ ചുറ്റളവ്, ഇതാ എഴുതിക്കോ. ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അത് എത്രയാ? 60. 60 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ഈ 2 അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പം എന്ത് കിട്ടി? 30 നീളം വീതിയും കൂട്ടിയാൽ കിട്ടുക. ആയിക്കോട്ടെ, രണ്ടാമത്തെ ക്ലൂ ഏരിയ. പരപ്പളവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരപ്പളവ് പറഞ്ഞ് ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എത്രയാണ്? 189 ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആയിക്കോട്ടെ, ഇനി വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ലെങ്ത് സൈഡുകളുടെ നീളം കണ്ടുപിടിച്ചേ. ഒരു റെക്ടാങ്കിളില് നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും. ഒരു ചതുരത്തിന് നീളം വീതി ഉണ്ടാവും. നമുക്ക് നീളത്തിന് എക്സ് എടുക്കാം. അങ്ങനെയാണ് വീതി എന്താണ്? നീളത്തിന് ഞാൻ എക്സ് എടുത്താൽ ഓക്കെ, എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും അല്ലേ? ബി മാത്രം ഇവിടെ വെച്ചാൽ എന്ത് കിട്ടും? 30 മൈനസ് എക്സ്, 30 മൈനസ് എക്സ്. ആദ്യത്തെ ക്ലൂവിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സമവാക്യം ഉണ്ടാക്കി. ബീനെ എക്സിന്റെ ഭാഷയിലേക്ക് ആക്കി. എല്ലാം എക്സിന്റെ ഭാഷ. ഇതെല്ലാം എക്സിന്റെ ഭാഷ ആക്കി കഴിഞ്ഞാൽ നോക്കിക്കേ, ദാ ഈ ഇക്വേഷനിൽ കൊണ്ടേ സോൾവ് ചെയ്യാൻ നോക്കണം. ദാ എന്താണ് കിട്ടുക? 189 ഇസ് ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുമ്പോൾ എക്സ്, അതേപോലെ ബി എന്ന് പറയുമ്പോൾ വീതി എന്താണ്? 30 മൈനസ് എക്സ്. ഇത് ഞാൻ ദാ ഒരു സ്റ്റെപ്പും കൂടി സോൾവ് ചെയ്യാം. ബാക്കി നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം ആൻസർ. ഇത് ഓപ്പൺ ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും എക്സിന്റെ ആൻസർ വരിക. 189 എന്ന് പറയുമ്പോൾ 30x മൈനസ് എക്സ് സ്ക്വയർ. ഇതെല്ലാം നമ്മൾ സൈഡ് മാത്രം, കാരണം എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഇങ്ങോട്ടേക്ക് മാത്രം എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് ആവുന്നു. ഇവിടെ എന്താണ്? 30x എന്താണ്? നെഗറ്റീവ് ആവുന്നു. കാരണം ഇവിടെ പ്ലസ് ആയിട്ട് ഇങ്ങോട്ട് വരും മൈനസ്. 189 അങ്ങോട്ടേക്ക് കളയുമ്പോൾ മൈനസ് 189. ഇനി നിങ്ങൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ചിട്ട് എക്സിന്റെ നീളം കണ്ടുപിടിക്കുക. രണ്ട് സൈഡിലും 15 സ്ക്വയർ, 15ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. എക്സിന്റെ നീളം എത്രയാണ്? രണ്ട് ഉത്തരം പറയാ. എക്സിന്റെ നീളം 2 ഉണ്ടാവും. 2 സെന്റിമീറ്റർ അടക്കം കമന്റ് ചെയ്യുക എല്ലാവരും. എനിക്ക് മനസ്സിലായെന്ന് എല്ലാവരും കാണിച്ചു തരണം. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽ examiner.com കിട്ടുന്നതാണ്. ആൻഡ് 7:30 എല്ലാ ദിവസം ലൈവിന്റെ കാര്യം മറക്കരുത്. അതിന് നോട്ട്സ് ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഓൾ ദ ബെസ്റ്റ്. ഇനി ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വേണമെന്ന് പറയാം. ഇത് ഫ്രണ്ട്സിന് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പഠിക്കാതെ പോയാൽ എക്സാമിന് മാർക്ക് ലൂസ് ചെയ്യും. ഓക്കെ.